നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന യുദ്ധങ്ങളെ നേരിടാൻ കൂടുതൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ 15 ബില്യൺ പൗണ്ടിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച് കീർ സ്റ്റാർമർ. പദ്ധതി പ്രഖ്യാപനത്തിലൂടെ സ്റ്റാർമർ ലക്ഷ്യം വെക്കുന്നത് യുകെയിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത്. പദ്ധതിയുടെ ഭാഗമായ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ യുകെയിൽ തന്നെ നിർമ്മിക്കുന്നത് തന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ സംഭാവനയാണെന്ന് സ്റ്റാർമറുടെ അവകാശവാദം. ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകുന്ന പദ്ധതി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. പുതിയ പദ്ധതി സ്റ്റാർമർ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ തുകയേക്കാൾ കൂടുതൽ ഉൾപ്പെടുത്തി. സ്റ്റാർമർ പദ്ധതി അവതരിപ്പിക്കുന്നത് ജൂലൈ 7-8 തീയതികളിൽ അങ്കാറയിൽ നടക്കുന്ന നാറ്റോ സമ്മേളനത്തിൽ. US-ഇറാൻ സംഘർഷത്തിന്റെ ആഘാതം പൂർണ്ണമായി പ്രതിഫലിക്കുന്നതിന് മുൻപ് ശക്തമായ വളർച്ച രേഖപ്പെടുത്തി ബ്രിട്ടീഷ് സമ്പദ്വ്യവസ്ഥ വളർച്ച രേഖപ്പെടുത്തിയത് 2026 ആദ്യ 3 മാസങ്ങളിൽ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യ പാദത്തിൽ രാജ്യം കൈവരിച്ചത് 0.6% വളർച്ച. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഹോൾസെയിൽ, പരസ്യം എന്നീ മേഖലകളിലെ മുന്നേറ്റമാണ് വളർച്ചയ്ക്ക് പ്രധാന കാരണമായതെന്ന് സൂചന. ആദ്യ പാദത്തിൽ രാജ്യം ഇത്രയും മികച്ച വളർച്ച നേടുന്നത് തുടർച്ചയായ 3-ാം വർഷം. സമ്പദ്വ്യവസ്ഥ വളരുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാണ് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ജനങ്ങളുടെ കുടുംബ ബജറ്റുകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്കിലെ വർധനവ്. യുകെയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. അഭയാർത്ഥികൾ ജോലി ചെയ്ത് വരുമാനം നേടാൻ തുടങ്ങുമ്പോൾ അവരുടെ താമസ ചെലവും മറ്റ് ചെലവുകളുമായി 10,000 പൗണ്ട് വരെ സർക്കാരിന് നൽകേണ്ടതായി വരുന്നതാണ് പുതിയ പദ്ധതി. യുകെയിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിന് മുഴുവൻ തുകയും തിരികെ നൽകേണ്ടത് നിർബന്ധമാക്കും. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കുന്ന രീതിയിൽ പ്രതിമാസ തവണകളായി തുക അടയ്ക്കാൻ കഴിയും. അഭയാർത്ഥികൾക്കായി ചെലവഴിക്കുന്ന തുകയിൽ ഏകദേശം 1 ബില്യൺ പൗണ്ടിന്റെ കുറവ് വരുത്താനായിട്ടുണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ച് ഹോം സെക്രട്ടറി. തുക മടക്കി നൽകാൻ കെൽപ്പുള്ളവരിൽ നിന്ന് അത് തിരികെ വാങ്ങുന്നതിനെ അനുകൂലിച്ച് ഹോം സെക്രട്ടറിയുടെ പരാമർശം. അമേരിക്കൻ പൗരത്വം ജന്മാവകാശമല്ല എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. ട്രംപിന്റെ വിവാദ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീം കോടതി റദ്ദാക്കിയത് അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം ജന്മാവകാശമാണെന്നത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട്. സുപ്രീം കോടതി വിധിയോടെ ഇല്ലാതായത് കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് തന്റെ 2ാം ഭരണകാലത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ്. മാതാപിതാക്കൾക്ക് പൗരത്വം ഇല്ലെങ്കിലും അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് റദ്ദാക്കാൻ കഴിയില്ല എന്ന് കോടതി. സുപ്രീം കോടതിയുടേത് ചരിത്രപരമായ വിധി. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്നേറ്റത് വലിയ തിരിച്ചടി. സ്കൂളുകളിലെയും കോളേജുകളിലെയും വനിതാ കായിക മത്സരങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ വിലക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകി US സുപ്രീം കോടതി. കോടതിയുടെ സുപ്രധാന തീരുമാനം ട്രാൻസ്ജെൻഡർ വനിതകളുടെ പങ്കാളിത്തം നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന നിയമങ്ങളെ ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികളിൽ. വിലക്കിനെതിരെ കോടതിയെ സമീപിച്ചത് ഐഡഹോ, വെസ്റ്റ് വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ. ജനന സമയത്ത് രേഖപ്പെടുത്തിയ ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പൊതുവിദ്യാലയങ്ങളിലെയും കോളേജുകളിലെയും കായിക ടീമുകളിൽ മത്സരിക്കാവൂ എന്നത് സംസ്ഥാനങ്ങൾ നിയമം മൂലം വ്യവസ്ഥ ചെയ്തിരുന്നു. നിയമനിരോധനം US ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഹർജിക്കാരൻ. സമാനമായ വിലക്കുകൾ ഏർപ്പെടുത്തി അമേരിക്കയിലെ 20-ലധികം സംസ്ഥാനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ചർച്ച നടത്തി. ഇറാനും US-ഉം പശ്ചിമേഷ്യയിലെ യുദ്ധം നിർത്താൻ ധാരണയായ ശേഷം മോദിയും പെസഷ്കിയാനും സംസാരിക്കുന്നത് ഇത് ആദ്യമായി. യുദ്ധം അവസാനിപ്പിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ചർച്ചയിലൂടെയും ഉഭയകക്ഷി ഇടപെടലിലൂടെയുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്നും കടൽ സഞ്ചാരം തടസ്സമില്ലാതെ ഉറപ്പാക്കേണ്ടതിനെ കുറിച്ചും നിലപാട് ആവർത്തിച്ച് നരേന്ദ്രമോദി. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ മോദി പങ്കെടുക്കില്ല. പകരം ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ അയക്കാനും തീരുമാനം. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ഭരണം പിടിക്കുമെന്ന BJP അധ്യക്ഷന്റെ പ്രസ്താവനയെ പരിഹസിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പശ്ചിമ ബംഗാളിലേതുപോലെ BJPയുടെ തന്ത്രങ്ങൾ തെലങ്കാനയിൽ നടക്കില്ല എന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPയെ ഞെരിച്ചമർത്തുമെന്നും രേവന്ത് റെഡ്ഡി. നിതിൻ നബീൻ സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് തെലങ്കാനയിൽ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ വേളയിൽ. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെതിരായ പോരാട്ടം ശക്തമാക്കാനും ഓരോ ഗ്രാമത്തിലെയും പൊതുപ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പ്രവർത്തകരോടും നേതാക്കളോടും ആഹ്വാനം ചെയ്ത് നിതിൻ നബീൻ. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ല എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ഉറപ്പ്. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണമെന്നും ആ അനുമതി അദാനി തേടിയിട്ടില്ല എന്നും സതീശൻ. ദേശീയ സുരക്ഷ ഉറപ്പാക്കും, പൊതു താൽപര്യം സംരക്ഷിക്കും, നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തും, കുത്തക പാടില്ല, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കണം എന്നിങ്ങനെ 5 നിബന്ധനകൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ എന്ന് നിയമസഭയ്ക്ക് ഉറപ്പു നൽകി മുഖ്യമന്ത്രി.
വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻ മന്ത്രി മുഹമ്മദ് റിയാസിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിയുടെ നീക്കം വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നറിയാൻ. വീണയ്ക്ക് CMRL നിന്ന് 2.78 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി ഇഡി. പണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നും 2 തവണ വീണയെ ഇഡി ചോദ്യം ചെയ്തെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നും ഇഡി. ഇരുവരുടെയും അക്കൗണ്ടുകൾ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിക്കും. വാർത്തകൾ വിശദമായി. ഭാവിയിലെ യുദ്ധങ്ങളെ നേരിടാൻ ബ്രിട്ടനെ കൂടുതൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ 15 ബില്യൺ പൗണ്ടിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു. UK-യിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് ഊന്നൽ നൽകിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഭാവിയിലെ യുദ്ധങ്ങളെ നേരിടാൻ ബ്രിട്ടനെ കൂടുതൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ 15 ബില്യൺ പൗണ്ടിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച് കീർ സ്റ്റാർമർ. പദ്ധതിയുടെ ഭാഗമായ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ UK-യിൽ തന്നെ നിർമ്മിക്കുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകുന്ന ഈ പദ്ധതി തന്റെ ഭരണകാലത്തെ ഏറ്റവും പുതിയ സംഭാവനയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇത് സാമ്പത്തിക പുരോഗതിയും സൃഷ്ടിക്കുമെന്നും കൂട്ടിച്ചേർത്തു. രാജ്യസുരക്ഷയ്ക്ക് ആവശ്യത്തിന് പണം കണ്ടെത്തിയില്ല എന്നാരോപിച്ച് ഈ മാസം ആദ്യം പ്രതിരോധ മന്ത്രി ജോൺ ഹീലി രാജിവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാജിക്ക് കാരണമായ പഴയ രേഖയേക്കാൾ കൂടുതൽ തുക ഉൾപ്പെടുത്തിയാണ് പുതിയ പദ്ധതി സ്റ്റാർമർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ 7-8 തീയതികളിൽ അങ്കാറയിൽ നടക്കുന്ന നാറ്റോ സമ്മേളനത്തിൽ സ്റ്റാർമർ ഈ പദ്ധതി അവതരിപ്പിക്കും. ആന്റി ബെർൺഹാം ജൂലൈയിൽ അധികാരമേൽക്കാനിരിക്കെ പുതിയ സർക്കാരിന് ഈ പദ്ധതിയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് സ്റ്റാർമർ വ്യക്തമാക്കി. US-ഇറാൻ സംഘർഷത്തിന്റെ ആഘാതം പൂർണ്ണമായി പ്രതിഫലിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച രേഖപ്പെടുത്തി. 2026 ആദ്യ 3 മാസങ്ങളിലാണ് സമ്പദ് വ്യവസ്ഥ വളർച്ച രേഖപ്പെടുത്തിയത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യ പാദത്തിൽ 0.6% വളർച്ചയാണ് രാജ്യം കൈവരിച്ചത്. തുടർച്ചയായ 3-ാം വർഷമാണ് ആദ്യപാദത്തിൽ രാജ്യം ഇത്രയും മികച്ച വളർച്ച നേടുന്നത്. US-ഇറാൻ സംഘർഷത്തിന്റെ ആഘാതം പൂർണ്ണമായി പ്രതിഫലിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഹോൾസെയിൽ, പരസ്യം എന്നീ മേഖലകളിലെ മുന്നേറ്റമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണമായത്. എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ 0.9% വളർച്ച മാത്രമാണുള്ളത്. ഇത് മുൻപ് കണക്കാക്കിയിരുന്ന 1.1%-ത്തേക്കാൾ കുറവാണ്. 2025-ലെ മൊത്തം സാമ്പത്തിക ഉൽപാദനം മുൻപ് കരുതിയിരുന്ന 1.4%-ൽ നിന്നും 1.3%-ആയി ചുരുങ്ങി. സമ്പദ് വ്യവസ്ഥ വളരുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ അളവുകോലായ യഥാർത്ഥ പ്രതിശീർഷ വരുമാനം ഈ പാദത്തിൽ 0.8% ഇടിഞ്ഞു. ചെലവുകൾ കൂടിയതോടെ ജനങ്ങൾ ഭാവി സമ്പാദ്യത്തിനായി നീക്കിവെക്കുന്ന പണത്തിന്റെ അളവിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. രാജ്യത്തെ സമ്പാദ്യ നിരക്ക് 8.9%-ആയി താഴേക്ക് പോയി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 3.75%-ൽ തന്നെ തുടരുന്നതും വരും മാസങ്ങളിൽ പലിശ നിരക്ക് ഇനിയും കൂടിയേക്കുമെന്ന ഭീതിയും ജനങ്ങളുടെ കുടുംബ ബജറ്റുകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ബ്രിട്ടന്റെ നിലവിലെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് പകരം ആന്റി ബെർൺഹാം അടുത്ത പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. UK ഈ വർഷം 1.1% വളർച്ച നേടുമെന്നായിരുന്നു രാജ്യത്തെ സാമ്പത്തിക നിരീക്ഷണ സമിതിയുടെ പ്രവചനം. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം ഇറാൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ളതായിരുന്നു. നിലവിലെ ആഗോള യുദ്ധ സാഹചര്യങ്ങളും ആഭ്യന്തര വിപണിയിലെ മന്ദഗതിയും വരും മാസങ്ങളിൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ സങ്കീർണതയിലേക്ക് തള്ളിവിടുമെന്നാണ് വിലയിരുത്തൽ. അഭയാർത്ഥികൾ ജോലി ചെയ്ത് വരുമാനം നേടാൻ തുടങ്ങുമ്പോൾ അവരുടെ താമസ ചെലവും മറ്റ് ചെലവുകളുമായി 10,000 പൗണ്ട് വരെ സർക്കാരിന് നൽകേണ്ടതായി വരുന്ന ഒരു പുതിയ പദ്ധതി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ചു. UK-യിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതിയായ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിന് മുഴുവൻ തുകയും തിരികെ നൽകേണ്ടത് നിർബന്ധമാക്കും. അഭയാർത്ഥികൾ ജോലി ചെയ്ത് വരുമാനം നേടാൻ തുടങ്ങുമ്പോൾ അവരുടെ താമസ ചെലവും മറ്റ് ചെലവുകൾക്കുമായി 10,000 പൗണ്ട് വരെ സർക്കാരിന് നൽകേണ്ടതായി വരുന്ന ഒരു പുതിയ പദ്ധതി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ചു. ഈ തുക ഒന്നിച്ചു നൽകാതെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കുന്ന രീതിയിൽ പ്രതിമാസ തവണകളായി അടയ്ക്കാവുന്നതാണ്. UK-യിൽ സ്ഥിരമായി താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും വിദേശ കുടിയേറ്റക്കാർക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ആവശ്യമാണ്. 2025-ൽ മാത്രം അഭയാർത്ഥികളുടെ താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സർക്കാർ 4 ബില്യൺ പൗണ്ട് ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു രാത്രിയിലെ താമസത്തിനായി ചെലവഴിക്കുന്നത് സാധാരണ ഇടങ്ങളിൽ ശരാശരി 23.25 പൗണ്ടും ഹോട്ടലുകളിൽ ശരാശരി 144 പൗണ്ടുമാണെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കുന്നു. അതുകൂടാതെ മറ്റു ചെലവുകൾക്കായി പ്രതിവാരം വ്യക്തി ഒരാൾക്ക് 9.95 പൗണ്ട് മുതൽ 49.18 പൗണ്ട് വരെ നൽകുന്നുമുണ്ട്.
ഈ ചെലവ് വളരെയധികം കൂടുതലാണെന്ന് ഷബാന മഹ്മൂദ് പറയുന്നു. അഭയാർത്ഥികൾക്കായി ചെലവഴിക്കുന്ന തുകയിൽ ഏകദേശം 1 ബില്യൺ പൗണ്ടിന്റെ കുറവ് വരുത്താനായിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ട ഹോം സെക്രട്ടറി തുക മടക്കി നൽകാൻ ഹെൽപ്പുള്ളവരിൽ നിന്നും അത് തിരികെ വാങ്ങുന്നത് നല്ലൊരു കാര്യം തന്നെയാണെന്നും പറഞ്ഞു. ഈ തുക അഭയാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നതിനുള്ള അധികാരം സംബന്ധിച്ച വിശദാംശങ്ങളും പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. UK-യിൽ മൈഗ്രന്റ് സ്ട്രീറ്റ് എന്ന പരിഹാസ പേര് ലഭിച്ച പദ്ധതിയുടെ ഭാഗമായി 83 അഭയാർത്ഥികളെ പുതിയതായി പണിത വീടുകളിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രദേശവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുയരുന്നു. പ്രദേശവാസികൾക്ക് താങ്ങാവുന്ന വിലയിൽ വീടുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നതെന്ന് അവർ ആരോപിക്കുന്നു. UK-യിൽ മൈഗ്രന്റ് സ്ട്രീറ്റ് എന്ന പരിഹാസ പേര് ലഭിച്ച പദ്ധതിയുടെ ഭാഗമായി 83 അഭയാർത്ഥികളെ പുതിയതായി പണിത വീടുകളിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രദേശവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുയരുന്നു എന്ന് റിപ്പോർട്ട്. പ്രദേശവാസികൾക്ക് താങ്ങാവുന്ന വിലയിൽ വീടുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ അറിയുന്നത് പുതിയതായി പണിത 25 വീടുകളിൽ 21 എണ്ണവും അഭയാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു അഭയാർത്ഥി കുടുംബം ഇവിടേക്ക് താമസം മാറിയിട്ടുണ്ട്. എന്നാൽ അവർ ഇവിടം വിട്ടുപോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സ്ഥലം കൂടുതൽ ഉള്ളിലേക്ക് നീങ്ങിയതിനാലും പ്രദേശവാസികൾ ശത്രുതാ മനോഭാവം പുലർത്തുന്നതിനാലുമാണ് ഇവർ ഇവിടം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഷ്രോപ്ഷെയറിലെ സ്റ്റോക്ക് ഹീത്തിലുള്ള ഈ കോളനിയിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അഭയാർത്ഥികൾ താമസക്കാരായി എത്തുമെന്നാണ് പ്രദേശവാസികൾ പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആവശ്യത്തിനുള്ള പ്രാവീണ്യം ഇല്ലാത്തത് രോഗികൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന കാരണത്താൽ ഒരു വനിതാ നഴ്സിനെ NHS-ൽ ജോലി ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിരിക്കുകയാണ്. ഒരു രോഗിക്ക് അപസ്മാരം ഉണ്ടായപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഈ നഴ്സിനെന്നാണ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഇംഗ്ലീഷ് അറിയാത്ത മലയാളി നഴ്സുമാർക്ക് പണി വരുന്നു. ഭാഷ മനസ്സിലാക്കാത്തതിന് മലയാളി നഴ്സിനെ NHS പിരിച്ചുവിട്ടു. ആശയവിനിമയം സുഗമമായി നടക്കാത്തത് രോഗികളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് NHS അന്വേഷണ സമിതി റിപ്പോർട്ട്. ഇതിനു മുൻപ് ഒന്നിലധികം തവണ അനിമോൾ എന്ന പുത്തൻപുരയ്ക്കൽ തോമസ് എന്ന ഈ നഴ്സിന് ഇംഗ്ലീഷ് ഭാഷ ശരിക്കും മനസ്സിലാകാത്തതിനാൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി നേരത്തെ ഒരു വിചാരണയിലും വെളിപ്പെടുത്തിയിരുന്നു. 2021 ഓഗസ്റ്റ് മുതൽ 2022 മെയ് വരെയുള്ള കാലയളവിൽ ചെംസ്ഫോർഡിനടുത്തുള്ള ബ്രൂംഫീൽഡ് ഹോസ്പിറ്റലിൽ മലയാളിയായ അനിമോൾ ഒരു സൂപ്പർ ന്യൂമറി നഴ്സ് ആയി ജോലി ചെയ്തു വരികയായിരുന്നു. അതിനുശേഷം ഇവർ ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടില്ല എന്ന് സൗത്ത് എസെക്സ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ ഒരു രോഗിയെ വൃത്തിയാക്കുന്നതിനിടയിൽ അവർക്ക് അപസ്മാരം ഉണ്ടായത് അനിമോൾ ശ്രദ്ധിച്ചില്ല എന്നും അലാം ബെൽ അടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുമാണ് NHS MC അന്വേഷണ പാനൽ കണ്ടെത്തിയത്. ഒരു രോഗിയുടെ വായിലേക്ക് അനിമോൾ ഗുളിക തള്ളിക്കയറ്റുകയും പിന്നീട് വെള്ളം ഒഴിക്കുകയും ചെയ്തതായി സംഭവം ഉൾപ്പെടെ 2022 ഏപ്രിൽ 26-ന് ഒന്നിലധികം പിഴവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും BBC റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല ഇവരുടെ ശുശ്രൂഷയിലുള്ള ഒരു രോഗിക്ക് തെറ്റായ അളവിൽ ഇൻസുലിൻ നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവരുടെ മോശം പ്രകടനത്തിനു കാരണം ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. എന്നാൽ ഭാഷ അറിയാത്തത് മൂലം ഇവർ കാട്ടിക്കൂട്ടിയ മണ്ടത്തരങ്ങൾ രോഗികൾക്ക് വലിയ ഭീഷണിയായിരുന്നു എന്നും NMC പറയുന്നു. ആവശ്യമായ നിലവാരത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാത്ത പൊതുജനങ്ങളുമായി ഇടപഴകുന്ന ജീവനക്കാരെ പിരിച്ചുവിടാൻ 2014 നിയമം നിലവിൽ വന്നിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഇവരെ പിരിച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാൻ നിൽക്കാതെ അനിമോൾ 2023 തന്നെ നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കൻ പൗരത്വം ജന്മാവകാശമല്ല എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം ജന്മാവകാശമാണ് എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്ന് വ്യക്തമാക്കിയാണ് ട്രംപിന്റെ വിവാദ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീം കോടതി റദ്ദാക്കിയത്. അമേരിക്കൻ പൗരത്വം ജന്മാവകാശമല്ല എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് തന്റെ രണ്ടാം ഭരണകാലത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവുകളിൽ ഒന്നാണ് ഇതോടെ ഇല്ലാതായത്. മാതാപിതാക്കൾക്ക് പൗരത്വമില്ല എങ്കിലും അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് റദ്ദാക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. 9-അംഗ ബെഞ്ചിൽ 6-നെതിരെ 3 വോട്ടുകൾക്കാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതിയെ തകിടം മറിച്ചുകൊണ്ട് US-ൽ ജനിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും പൗരത്വം നൽകുന്നത് അവസാനിപ്പിക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിച്ചത്. നിലവിലുള്ള നിയമം ഒരു നാണക്കേടാണെന്ന് ട്രംപും ലോകത്തിലെ ഏറ്റവും മണ്ടൻ കുടിയേറ്റ നയമാണിതെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസും മുൻപ് വിമർശിച്ചിരുന്നു. എന്നാൽ വിദേശ നയതന്ത്രജ്ഞരുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ചില പരിമിതമായ ഒഴിവുകൾ ഒഴിച്ചാൽ മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി എന്തുതന്നെയായാലും US-ൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വത്തിന് അർഹതയുണ്ട് എന്ന 1868 മുതലുള്ള ഭരണഘടനാ തത്വം കോടതി ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. വർഷത്തിൽ 2.5 ലക്ഷത്തിലധികം കുട്ടികളെ നേരിട്ട് ബാധിക്കുന്നതായിരുന്നു ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ്. ട്രംപിന്റെ വിശ്വസ്തരായ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, FBI ഡയറക്ടർ കാഷ് പട്ടേൽ, സെക്കൻഡ് ലേഡി ഉഷ വാൻസ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ കുടിയേറ്റക്കാരുടെ മക്കളായി അമേരിക്കയിൽ ജനിച്ചതിലൂടെ ഈ ജന്മാവകാശ പൗരത്വത്തിന്റെ ആനുകൂല്യം ലഭിച്ചവരാണെന്നതും ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിധി വന്നതോടെ ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കാണ് സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നത്.
സ്കൂളുകളിലെയും കോളേജുകളിലെയും വനിതാ കായിക മത്സരങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ വിലക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകി US സുപ്രീം കോടതിയുടെ വിധി. ട്രാൻസ്ജെൻഡർ വനിതകളുടെ പങ്കാളിത്തം നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന നിയമങ്ങളെ ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികളിലാണ് കോടതിയുടെ സുപ്രധാന തീരുമാനം. ഐഡഹോ, വെസ്റ്റ് വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളാണ് വിലക്കിനെതിരെ കോടതിയെ സമീപിച്ചത്. ട്രാൻസ്ജെൻഡർ വനിതകളുടെ പങ്കാളിത്തം നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന നിയമങ്ങളെ ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിൽ സ്കൂളുകളിലെയും കോളേജുകളിലെയും വനിതാ കായിക മത്സരങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ വിലക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകി US സുപ്രീം കോടതിയുടെ വിധി. ജനന സമയത്ത് രേഖപ്പെടുത്തിയ ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പൊതുവിദ്യാലയങ്ങളിലെയും കോളേജുകളിലെയും കായിക ടീമുകളിൽ മത്സരിക്കാവൂ എന്ന് ഈ സംസ്ഥാനങ്ങൾ നിയമം മൂലം വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ നിരോധനം US ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ഒരു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്തെ പൗരാവകാശ നിയമങ്ങൾക്ക് വിരുദ്ധമാണിതെന്നായിരുന്നു രണ്ടാമത്തെ ഹർജിയിലെ വാദം. 2020 ഐഡഹോ ആദ്യമായി ഇത്തരമൊരു നിയമം കൊണ്ടുവന്നതിനു ശേഷം അമേരിക്കയിലെ 20ലധികം സംസ്ഥാനങ്ങൾ സമാനമായ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഉത്തരവ് പ്രകാരം ജനന സമയത്ത് പുരുഷനായിരിക്കുകയും പിന്നീട് സ്ത്രീയായി സ്വയം അടയാളപ്പെടുത്തുകയും ചെയ്ത ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് സ്കൂൾ കോളേജ് തലങ്ങളിലെ വനിതാ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടാകില്ല. ലോങ് ഡിസ്റ്റൻസ് റണ്ണറായ ലിൻസെ ഹോക്കോക്സ് എന്ന അത്ലറ്റാണ് ഐഡഹോയിലെ നിയമത്തിനെതിരെ ആദ്യം നിയമപോരാട്ടം തുടങ്ങിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിനാശകരമായ നയങ്ങൾ കാരണം ഇന്ത്യ-US നയതന്ത്ര ബന്ധം 30 വർഷത്തിനിടയിലെ ഏറ്റവും മോശം നിലയിലാണെന്ന് ഇന്ത്യൻ വംശജനും US കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗവുമായ റോ ഖന്ന ഈയിടെ ചൈന സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഇന്ത്യൻ സ്ഥാനപതി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തലമുറകൾ കൊണ്ട് കെട്ടിപ്പടുത്ത വിശ്വാസം ട്രംപ് കാരണം നഷ്ടപ്പെട്ടതായി തന്നോട് പറഞ്ഞുവെന്ന് ഖന്ന പറഞ്ഞു. ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങാനുള്ള ട്രംപിന്റെ തീരുമാനം തീർത്തും വിനാശകരമായിരുന്നെന്നും അത് ഇന്ത്യയിലെ പാചകവാതക വിലയെ പോലും ഗുരുതരമായി ബാധിച്ചെന്നും ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിനാശകരമായ നയങ്ങൾ കാരണം ഇന്ത്യ-US നയതന്ത്ര ബന്ധം 30 വർഷത്തിനിടയിലെ ഏറ്റവും മോശം നിലയിലാണെന്ന് ഇന്ത്യൻ വംശജനും US കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗവുമായ റോ ഖന്ന പറഞ്ഞു. ഇറാനെ കൂടാതെ ക്യൂബയ്ക്കും ഗ്രീൻലൻഡിനുമെതിരെ ട്രംപ് മുഴക്കുന്ന ഭീഷണികളെയും വിമർശിച്ചു. ധാർമ്മിക കാഴ്ചപ്പാടുകൾ മറന്ന അമേരിക്കയാണ് ഇപ്പോഴത്തേതെന്നും കുറ്റപ്പെടുത്തി. 2028 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഡെമോക്രാറ്റിക് നേതാവാണ് ഖന്ന. ട്രംപ് ഭരണകൂടം ഉയർന്ന തീരുവ ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ പീറ്റർബറോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും മധുരം മലയാളം പദ്ധതിയുടെ ഭാഗമായുള്ള ആദരവ് സമ്മേളനവും ശ്രദ്ധേയമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ മറിയ ഉമ്മൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ്, ജോയിന്റ് ട്രഷറർ മണികണ്ഠൻ ഐക്കാട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പീറ്റർബറോ യൂണിറ്റ് പ്രസിഡന്റ് റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സൈമൺ ചെറിയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സിബി അറക്കൽ നന്ദിയും അർപ്പിച്ചു. പീറ്റർബറോ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ജിജി ഡെന്നി ഡോക്ടർ മറിയ ഉമ്മനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. യൂണിറ്റ് ഭാരവാഹികളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായി. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി പുതിയതായി സംഘടനയിൽ ചേർന്ന അംഗങ്ങൾക്ക് ഡോക്ടർ മറിയ ഉമ്മൻ മെമ്പർഷിപ്പ് ഫോമുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ പീറ്റർബറോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് മലയാള ഭാഷ പഠിപ്പിക്കുന്ന മധുരം മലയാളം പദ്ധതിക്ക് നേതൃത്വം നൽകിയ അധ്യാപകനും സെന്റ് മേരീസ് അക്കാദമി ഡയറക്ടറുമായ സോജു തോമസിനെ ഡോക്ടർ മറിയ ഉമ്മൻ ആദരിച്ചു. UK പ്രത്യേക പരിഗണന അർഹിക്കുന്ന സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വിഷയങ്ങളും IOC UK കേരള ചാപ്റ്ററിന്റെ ഭാവി കർമ്മ പദ്ധതികളും ഉൾക്കൊള്ളുന്ന പ്രൊജക്ട് റിപ്പോർട്ട് സോജു തോമസ് കേരള ചാപ്റ്റർ ഭാരവാഹികൾക്ക് കൈമാറി. പീറ്റർബറോ യൂണിറ്റ് ഭാരവാഹികളായ ദിനു എബ്രഹാം, ജെനു എബ്രഹാം, അനുഷ് മാത്യു തോമസ്, സണ്ണി എബ്രഹാം, ജോബി മാത്യു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.41 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 94.73 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.98 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.63 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്ഷ്കിയാനും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തി. ഇറാനും US പശ്ചിമേഷ്യയിലെ യുദ്ധം നിർത്താൻ ധാരണയായ ശേഷം ഇതാദ്യമായാണ് മോദിയും പെസഷ്കിയാനും സംസാരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിച്ചതിനെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ചർച്ചയിലൂടെയും ഉഭയകക്ഷി ഇടപെടലിലൂടെയുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധം നിർത്താൻ ധാരണയായ ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്ഷ്കിയാനും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. യുദ്ധം അവസാനിപ്പിച്ചതിനെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി ചർച്ചയിലൂടെയും ഉഭയകക്ഷി ഇടപെടലിലൂടെയുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്ന നിലപാട് ആവർത്തിച്ചു. കടൽ സഞ്ചാരം തടസ്സമില്ലാതെ ഉറപ്പാക്കേണ്ടതിനെ കുറിച്ചും വിശദീകരിച്ചു എന്നും റിപ്പോർട്ടുണ്ട്.
ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയെ ഇറാൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ഭരണം പിടിക്കുമെന്ന BJP അധ്യക്ഷന്റെ പ്രസ്താവനയെ പരിഹസിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പശ്ചിമ ബംഗാളിലേതുപോലെ BJPയുടെ തന്ത്രങ്ങൾ തെലങ്കാനയിൽ നടക്കില്ല എന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPയെ ഞെരിച്ചമർത്തുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷനായ നിതിൻ നബീനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഹൈദരാബാദിലെ പൊതുപരിപാടിയിൽ രേവന്ത് റെഡ്ഡിയുടെ പ്രസംഗം. അടുത്തിടെ ഒരാൾ ഇവിടെ വന്നു, നബീനോ അങ്ങനെ എന്തോ ആണ് പേര്, അയാളുടെ പേര് എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞത് അടുത്ത സർക്കാർ അവരുടേതാകുമെന്നാണ്. ഇതേ കാര്യം നിങ്ങൾ ബംഗാളിലും പറഞ്ഞിരുന്നു. ബംഗാളിൽ 15 വർഷമെടുത്തു നിങ്ങൾ അധികാരത്തിൽ വരാൻ. അവിടെ മമതാ ബാനർജി ആയതിനാൽ നിങ്ങളുടെ തന്ത്രങ്ങൾ ഫലിച്ചു. പക്ഷെ ഇവിടെ അത് വിലപ്പോകില്ല. ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറാണ്, അവർ നിങ്ങളെ ഞെരിച്ചമർത്തുമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. തെലങ്കാനയിൽ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ വേളയിലാണ് നിതിൻ നബീൻ സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത്. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെതിരായ പോരാട്ടം ശക്തമാക്കാനും ഓരോ ഗ്രാമത്തിലെയും പൊതുപ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അദ്ദേഹം പ്രവർത്തകരോടും നേതാക്കളോടും ആഹ്വാനം ചെയ്തു. തെലങ്കാനയിൽ BJPയുടെ വളർച്ച ദ്രുതഗതിയിലാണെന്നും പ്രവർത്തകരുടെ ആത്മസമർപ്പണവും ജനങ്ങളുടെ പിന്തുണയും ഉണ്ടെങ്കിൽ വരും നാളുകളിൽ തെലങ്കാനയിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കോൺഗ്രസ് മുക്ത തെലങ്കാന എന്ന ലക്ഷ്യത്തിനായി അക്ഷീണമായി പ്രവർത്തിക്കാനും നിതിൻ നബീൻ പ്രവർത്തകരോടും നേതാക്കളോടും ആഹ്വാനം ചെയ്തിരുന്നു. തമിഴ്നാടിന് പുതിയ തുടക്കത്തിന്റെ നിമിഷമെന്നാണ് 2 വർഷം മുൻപ് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴക പ്രഖ്യാപിക്കുമ്പോൾ വിജയ് പറഞ്ഞത്. പക്ഷേ ഭരണത്തിലോ രാഷ്ട്രീയത്തിലോ യാതൊരു പരിചയവുമില്ലാത്ത നടൻ മാത്രമായ വിജയിയെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് അന്ന് എതിരാളികൾ തിരിച്ചടിച്ചു. എന്നാൽ ഇപ്പോഴിതാ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് പറഞ്ഞതും പറയാത്തതുമായ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ദ്രാവിഡ പാർട്ടികളെ പുറത്തു നിർത്തിക്കൊണ്ട് വിജയ് അധികാരത്തിലേറിയിട്ട് 2 മാസം പൂർത്തിയാകുന്നതേയുള്ളൂ. സൗജന്യ വൈദ്യുതിയും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളും സ്ത്രീകൾക്കായുള്ള പ്രത്യേക സേനയും അടക്കം നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് കയ്യടി നേടാനാണ് വിജയുടെ ശ്രമം. ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പോലീസ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും മുഖ്യമന്ത്രി വിജയ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാഷ്ട്രീയ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കൊടും ക്രിമിനലുകളാണെങ്കിൽ പോലും വിചാരണയോ നീതിയോ വൈകരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലേറി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വൈദ്യുതി സൗജന്യമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. 200 യൂണിറ്റ് വരെ വൈദ്യുതിയാണ് സൗജന്യമാക്കിയത്. തമിഴ്നാട്ടിലെ 2.4 കോടി കണക്ഷനുകൾക്ക് ഇത് ഉപകരിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി സിംഗപ്പെൺ എന്ന പേരിൽ പുതിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. കൂടാതെ മയക്കുമരുന്ന് മാഫിയയെ അടിച്ചമർത്താൻ ആന്റി ഡ്രഗ് ടാസ്ക് ഫോഴ്സും നിലവിൽ വന്നു. അധികാരമേറ്റ് 48 മണിക്കൂറിനുള്ളിൽ വിദ്യാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും 500 മീറ്റർ പരിധിയിലുള്ള 717 ടാസ്മാക് മദ്യവിൽപ്പനശാലകൾ പൂട്ടാൻ അദ്ദേഹം ഉത്തരവിട്ടതും പ്രശംസ നേടി. തമിഴ്നാട്ടിലെ പൊതുഗതാഗത സംവിധാനത്തിലെ എല്ലാ ബസ്സുകളും എയർ കണ്ടീഷൻഡ് ആക്കുമെന്നും ചൊവ്വാഴ്ച വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവീസിനായി പുതിയ 300 ബസ് കഴിഞ്ഞയാഴ്ച വിജയ് ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. അതിലൊന്നിൽ വിജയ് യാത്രയും ചെയ്തു. പൊതുഗതാഗത ശൃംഖലയെ ആധുനികവൽക്കരിക്കാനും മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് TVK സർക്കാരിന്റെ പദ്ധതി. മുൻ സർക്കാരിന്റെ കാലത്ത് അംഗീകരിച്ചിരുന്ന ക്ഷേത്ര ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള വാണിജ്യ പദ്ധതികൾ തയ്യാറാക്കി. ക്ഷേത്രങ്ങളിലെ പണം ഭക്തർക്കും ക്ഷേത്രാവശ്യങ്ങൾക്കുമായി മാത്രമേ വിനിയോഗിക്കാവൂ എന്നും നിർദ്ദേശിച്ചു. കൂടാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുകയും ചെയ്തു. ഗവൺമെന്റ് സേവനങ്ങൾ എളുപ്പമാക്കുന്നതിന് വെട്രി തമിഴ്നാട് സൂപ്പർ ആപ്പ്, സിറ്റിസൺ പ്രിവിലേജ് കാർഡ് എന്നിവയും കൊണ്ടുവരാൻ തീരുമാനിച്ചു. 2035ഓടെ തമിഴ്നാടിനെ $1.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത്. തിരുക്കുറലിലെ 10 തൂണുകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ വെട്രി തമിഴകം വിഷൻ ഡോക്യുമെന്റ് അടിസ്ഥാനമാക്കിയാണ് ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ആ അനുമതി അദാനി തേടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ എന്ന് നിയമസഭയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ല എന്നും വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ല എന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി. 5 കാര്യങ്ങൾ ഉറപ്പാക്കി മാത്രമായിരിക്കും അനുമതിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. ദേശീയ സുരക്ഷ ഉറപ്പാക്കും, പൊതു താൽപര്യം സംരക്ഷിക്കും, നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തും, കുത്തക പാടില്ല, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കണം എന്നിവയാണ് ആ ഉറപ്പുകൾ. അതേസമയം വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നു. മത്സരമില്ല എങ്കിൽ വികസനത്തെ സാരമായി ബാധിക്കും. ഒറ്റ കമ്പനിയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്ന സ്ഥിതി വരും. അത് സംസ്ഥാനത്തിന്റെ വികസന താൽപര്യത്തിന് ദോഷം ചെയ്യും. മത്സരക്ഷമത കുറയുകയും MSCക്ക് കുത്തക അവകാശം കിട്ടുകയും ചെയ്യും. ലോകോത്തര മാതൃകയിൽ മൾട്ടി ഓപ്പറേറ്റർ പോർട്ടായി വിഴിഞ്ഞം മാറണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.
CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കഡിയിലെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇഡിയുടെ നീക്കം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻമന്ത്രി മുഹമ്മദ് റിയാസിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച 2.78 കോടി രൂപ ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 2 തവണ വീണയെ ഇഡി ചോദ്യം ചെയ്തുവെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ട്. ലഭിച്ച പണം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം കുടുംബാംഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് വീണയ്ക്ക് CMRL നിന്ന് പണം ലഭിച്ചത്. 2020 ജൂണിലായിരുന്നു മുഹമ്മദ് റിയാസുമായുള്ള വീണയുടെ വിവാഹം. വിവാഹശേഷം ഈ പണം ഏതൊക്കെ തരത്തിൽ വിനിയോഗിച്ചു എന്നതിലാണ് ഇഡിക്ക് സംശയമുള്ളത്. ഇരുവരുടെയും അക്കൗണ്ടുകൾ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി റിയാസിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കും. അന്വേഷണത്തിൽ അഴിമതി നിരോധന നിയമത്തിന്റെ സാധ്യതകളും ഇഡി പരിശോധിക്കുന്നുണ്ട്. CMRL നിന്ന് സർക്കാർ നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ പ്രത്യുപകാരമാണോ കരാർ എന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും ഇഡി അന്വേഷിക്കുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ വിവാദ നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് തേടി. PRD സെക്രട്ടറി കൂടിയായ രത്തൻ യു ഖേൽക്കർ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദിനാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ വിവാദ നടപടികൾ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ സർക്കാർ മാറ്റി നിർത്തിയ അഡീഷണൽ ഡയറക്ടർ P ശ്യാംകുമാറിനെ വകുപ്പിലേക്ക് തിരികെ വിളിപ്പിച്ച് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അഡീഷണൽ ഡയറക്ടറാക്കി. വിവരാവകാശ അപേക്ഷകൾ പൂഴ്ത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ മീഡിയ റിലേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ CF ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ഡയറക്ടർ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനം, ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം, ഭരണവിഭാഗത്തിന്റെ ചട്ടവിരുദ്ധ നടപടികൾ തുടങ്ങിയവ ഒട്ടേറെ പരാതികൾക്ക് ഇടയാക്കിയിരുന്നു. ചിലതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുന്നിലാണ്. ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം തടഞ്ഞുവെച്ചെന്ന കേസിൽ സർക്കാർ അറിയാതെ ഒരു സെക്ഷൻ ഓഫീസർ ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം നൽകിയതായി ആരോപണമുണ്ട്. ഈയിടെ ഡയറക്ടർക്ക് വേണ്ടി ഇറക്കിയ ഇൻഫർമേഷൻ ഓഫീസർമാരുടെ സീനിയോറിറ്റി പട്ടികയും വിവാദത്തിലായി. യോഗ്യതാ പരീക്ഷകൾ ജയിക്കാത്തവരും വിരമിച്ചയാളും ഈ പട്ടികയിലുണ്ട് എന്നാണ് ആക്ഷേപം. ഇത്തരം സംഭവങ്ങളിലും സ്ഥാനക്കയറ്റം ക്രമവിരുദ്ധമായി തടഞ്ഞുവെച്ചതിനെതിരെയും ജീവനക്കാർ പരാതിപ്പെട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ PRD എംപ്ലോയീസ് അസോസിയേഷൻ എന്ന കാറ്റഗറി സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനും ജീവനക്കാർ ശ്രമം തുടങ്ങി. ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ പരാഗ്വേയുടെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റ് പുറത്തായതിനു പിന്നാലെ ജർമ്മനിയെ നാണക്കേടിലാക്കി മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്ത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 1-1 സമനില പാലിച്ചതിനെ തുടർന്നാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ ജർമ്മനിയുടെ 4 താരങ്ങൾ പെനൽറ്റി എടുക്കാൻ വിസമ്മതിച്ചു എന്നാണ് റിപ്പോർട്ട്. ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ പരാഗ്വേയുടെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റു പുറത്തായതിനു പിന്നാലെ ജർമ്മനിയെ നാണക്കേടിലാക്കി ജർമ്മനിയുടെ 4 താരങ്ങൾ പെനൽറ്റി എടുക്കാൻ വിസമ്മതിച്ചു എന്ന് റിപ്പോർട്ട്. 5 പെനൽറ്റികൾക്കു ശേഷം ഇരു ടീമുകളും 3-3 എന്ന നിലയിൽ സമനിലയിലായപ്പോൾ നിർണായകമായ 6ാമത്തെ പെനൽറ്റി എടുക്കാൻ 4 മുതിർന്ന ജർമ്മനി താരങ്ങൾ വിസമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ. പ്രമുഖ ജർമ്മൻ മാധ്യമമായ ബിൽഡ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സഡൻ ഡെത്ത് ഘട്ടത്തിൽ പെനൽറ്റി എടുക്കാൻ സഹതാരങ്ങൾ വിമുഖത കാണിച്ചതിനെ തുടർന്നാണ് ഡിഫൻഡറായ ജോനാഥൻ ദാ ഒടുവിൽ കിക്കെടുക്കാൻ നിർബന്ധിതനായത്. ലിയോൺ ഗോരറ്റ്സ്ക, വാൾഡർമാൻ ആന്റൺ, നഥാനിയൽ ബ്രൗൺ, മാലിക് തിഷാവ് എന്നീ 4 കളിക്കാരാണ് കിക്കെടുക്കാനുള്ള ആത്മവിശ്വാസമില്ലാതെ പിന്മാറിയത്. ജർമ്മനിക്കായി 72 മത്സരങ്ങൾ കളിച്ച പരിചയസമ്പന്നനായ ലിയോൺ ഗോരറ്റ്സ്കയോട് ക്യാപ്റ്റൻ ജോഷോ കിമ്മിച്ച് 2 തവണ ആവശ്യപ്പെട്ടിട്ടും പെനാൽറ്റി എടുക്കാൻ തയ്യാറായില്ല. 2025-26 സീസണിനൊടുവിൽ ബയേൺ മ്യൂണിക് ഒഴിവാക്കിയ ഗോരറ്റ്സ്കയുടെ പിന്മാറ്റം ആരാധകരെ അമ്പരപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന യുദ്ധങ്ങളെ നേരിടാൻ കൂടുതൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ 15 ബില്യൺ പൗണ്ടിന്റെ പ്രതിരോധ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച് കീർ സ്റ്റാർമർ. പദ്ധതി പ്രഖ്യാപനത്തിലൂടെ സ്റ്റാർമർ ലക്ഷ്യം വെക്കുന്നത് UK-യിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത്. പദ്ധതിയുടെ ഭാഗമായ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ UK-യിൽ തന്നെ നിർമ്മിക്കുന്നത് തന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ സംഭാവനയാണെന്ന് സ്റ്റാർമറുടെ അവകാശവാദം. ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകുന്ന പദ്ധതി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. പുതിയ പദ്ധതി സ്റ്റാർമർ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ തുകയേക്കാൾ കൂടുതൽ ഉൾപ്പെടുത്തി. സ്റ്റാർമർ പദ്ധതി അവതരിപ്പിക്കുന്നത് ജൂലൈ 7-8 തീയതികളിൽ അങ്കാറയിൽ നടക്കുന്ന നാറ്റോ സമ്മേളനത്തിൽ. US-ഇറാൻ സംഘർഷത്തിന്റെ ആഘാതം പൂർണ്ണമായി പ്രതിഫലിക്കുന്നതിന് മുൻപ് ശക്തമായ വളർച്ച രേഖപ്പെടുത്തി ബ്രിട്ടീഷ് സമ്പദ്വ്യവസ്ഥ വളർച്ച രേഖപ്പെടുത്തിയത് 2026-ന്റെ ആദ്യ 3 മാസങ്ങളിൽ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യ പാദത്തിൽ രാജ്യം കൈവരിച്ചത് 0.6% വളർച്ച. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഹോൾസെയിൽ, പരസ്യം എന്നീ മേഖലകളിലെ മുന്നേറ്റമാണ് വളർച്ചയ്ക്ക് പ്രധാന കാരണമായതെന്ന് സൂചന.
ആദ്യ പദത്തിൽ രാജ്യം ഇത്രയും മികച്ച വളർച്ച നേടുന്നത് തുടർച്ചയായ 3-ാം വർഷം. സമ്പദ് വ്യവസ്ഥ വളരുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാണ് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ജനങ്ങളുടെ കുടുംബ ബജറ്റുകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്കിലെ വർധനവ്. UK-യിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. അഭയാർത്ഥികൾ ജോലി ചെയ്ത് വരുമാനം നേടാൻ തുടങ്ങുമ്പോൾ അവരുടെ താമസ ചെലവും മറ്റ് ചെലവുകളുമായി 10,000 പൗണ്ട് വരെ സർക്കാരിന് നൽകേണ്ടതായി വരുന്നതാണ് പുതിയ പദ്ധതി. UK-യിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിന് മുഴുവൻ തുകയും തിരികെ നൽകേണ്ടത് നിർബന്ധമാക്കും. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കുന്ന രീതിയിൽ പ്രതിമാസ തവണകളായി തുക അടയ്ക്കാൻ കഴിയും. അഭയാർത്ഥികൾക്കായി ചെലവഴിക്കുന്ന തുകയിൽ ഏകദേശം 1 ബില്യൺ പൗണ്ടിന്റെ കുറവ് വരുത്താനായിട്ടുണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ച് ഹോം സെക്രട്ടറി. തുക മടക്കി നൽകാൻ കെൽപ്പുള്ളവരിൽ നിന്ന് അത് തിരികെ വാങ്ങുന്നതിനെ അനുകൂലിച്ച് ഹോം സെക്രട്ടറിയുടെ പരാമർശം. അമേരിക്കൻ പൗരത്വം ജന്മാവകാശമല്ല എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. ട്രംപിന്റെ വിവാദ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീം കോടതി റദ്ദാക്കിയത് അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം ജന്മാവകാശമാണെന്നത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധിയോടെ ഇല്ലാതായത് കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് തന്റെ 2ാം ഭരണകാലത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ്. മാതാപിതാക്കൾക്ക് പൗരത്വം ഇല്ലെങ്കിലും അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് റദ്ദാക്കാൻ കഴിയില്ല എന്ന് കോടതി. സുപ്രീം കോടതിയുടേത് ചരിത്രപരമായ വിധി. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്നേറ്റത് വലിയ തിരിച്ചടി. സ്കൂളുകളിലെയും കോളേജുകളിലെയും വനിതാ കായിക മത്സരങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ വിലക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകി US സുപ്രീം കോടതി. കോടതിയുടെ സുപ്രധാന തീരുമാനം ട്രാൻസ്ജെൻഡർ വനിതകളുടെ പങ്കാളിത്തം നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന നിയമങ്ങളെ ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികളിൽ. വിലക്കിനെതിരെ കോടതിയെ സമീപിച്ചത് ഐഡഹോ, വെസ്റ്റ് വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ. ജനന സമയത്ത് രേഖപ്പെടുത്തിയ ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പൊതുവിദ്യാലയങ്ങളിലെയും കോളേജുകളിലെയും കായിക ടീമുകളിൽ മത്സരിക്കാവൂ എന്നത് സംസ്ഥാനങ്ങൾ നിയമം മൂലം വ്യവസ്ഥ ചെയ്തിരുന്നു. നിയമനിരോധനം US ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഹർജിക്കാരൻ. സമാനമായ വിലക്കുകൾ ഏർപ്പെടുത്തി അമേരിക്കയിലെ 20-ലധികം സംസ്ഥാനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ചർച്ച നടത്തി. ഇറാനും US-ഉം പശ്ചിമേഷ്യയിലെ യുദ്ധം നിർത്താൻ ധാരണയായ ശേഷം മോദിയും പെസഷ്കിയാനും സംസാരിക്കുന്നത് ഇത് ആദ്യമായി. യുദ്ധം അവസാനിപ്പിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ചർച്ചയിലൂടെയും ഉഭയകക്ഷി ഇടപെടലിലൂടെയുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്നും കടൽ സഞ്ചാരം തടസ്സമില്ലാതെ ഉറപ്പാക്കേണ്ടതിനെ കുറിച്ചും നിലപാട് ആവർത്തിച്ച് നരേന്ദ്രമോദി. അയതുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ മോദി പങ്കെടുക്കില്ല. പകരം ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ അയക്കാനും തീരുമാനം. 2027-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ഭരണം പിടിക്കുമെന്ന BJP അധ്യക്ഷന്റെ പ്രസ്താവനയെ പരിഹസിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പശ്ചിമ ബംഗാളിലേതുപോലെ BJPയുടെ തന്ത്രങ്ങൾ തെലങ്കാനയിൽ നടക്കില്ല എന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPയെ ഞെരിച്ചമർത്തുമെന്നും രേവന്ത് റെഡ്ഡി. നിതിൻ നബീൻ സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് തെലങ്കാനയിൽ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ വേളയിൽ. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെതിരായ പോരാട്ടം ശക്തമാക്കാനും ഓരോ ഗ്രാമത്തിലെയും പൊതുപ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പ്രവർത്തകരോടും നേതാക്കളോടും ആഹ്വാനം ചെയ്ത് നിതിൻ നബീൻ. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ല എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ഉറപ്പ്. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണമെന്നും ആ അനുമതി അദാനി തേടിയിട്ടില്ല എന്നും സതീശൻ. ദേശീയ സുരക്ഷ ഉറപ്പാക്കും, പൊതു താൽപര്യം സംരക്ഷിക്കും, നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തും, കുത്തക പാടില്ല, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കണം എന്നിങ്ങനെ 5 നിബന്ധനകൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ എന്ന് നിയമസഭയ്ക്ക് ഉറപ്പു നൽകി മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻ മന്ത്രി മുഹമ്മദ് റിയാസിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. EDയുടെ നീക്കം വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നറിയാൻ. വീണയ്ക്ക് CMRL നിന്ന് 2.78 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി ED. പണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നും 2 തവണ വീണയെ ED ചോദ്യം ചെയ്തെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നും ED. ഇരുവരുടെയും അക്കൗണ്ടുകൾ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.